പുതിയ ദിവസം പുതിയ കൃപകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും തനിമയിലേക്ക് എന്ന കൂട്ടായ്മ സ്വാഗതം ചെയ്യുന്നു. 1 പത്രോസ് 2-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവ ഇഷ്ടം ആകുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? അത് ആർക്കറിയാം? ദൈവത്തോട് ഏറ്റവും ചേർന്നിരിക്കുന്നവർക്ക് മാത്രമേ ദൈവ ഇഷ്ടം അറിയാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തെ അറിയുവാനും ദൈവ ഇഷ്ടം മനസ്സിലാക്കുവാനും ദൈവഹിതത്തിന് തങ്ങളെ തന്നെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ പദ്ധതികളും മനസ്സിലാക്കുവാനും നമ്മളുടെ ബുദ്ധിയെയും നമ്മുടെ മനസ്സുകളെയും പ്രകാശിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അതിനകത്തെ ഓരോ വാക്യവും അമിത പ്രാധാന്യമുള്ള വാക്യങ്ങളാണ്. അതിൽ ഒരു വാക്യം ഇങ്ങനെയാണല്ലോ: നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ദൈവമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിൽ ആയിരിക്കുന്നത് പോലെ, സ്വർഗത്തിൽ പ്രാവർത്തികമാകുന്നത് പോലെ ഭൂമിയിലും പ്രാവർത്തികം ആകണം. അപ്പോൾ ഭൂമിയിൽ പ്രാവർത്തികം ആകേണ്ടതിൻ്റെ ഒരു ഉദാഹരണമാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട ജീവിത പ്രമാണങ്ങൾ. പത്രോസ് അപ്പോസ്തലൻ ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നത് ദൈവ ഇഷ്ടം എന്താണെന്നുള്ളത് നിങ്ങൾ അറിയണം. ആ ഇഷ്ടം മനുഷ്യരുടെ ഭോഷത്വം ആക്കുന്നതിൽ കൂടിയാണ്. മനുഷ്യരുടെ ഭോഷത്വം ഇല്ലാതാക്കുന്നതിൽ സാധാരണ മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നത് പല വിധത്തിലുള്ള പ്രതികരണങ്ങളിൽ കൂടിയാണ്. അവരോട് നീരസപ്പെടുന്നു, ദേഷ്യപ്പെടുന്നു, കോപിക്കുന്നു, അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നു, അവരെ വെറുക്കുന്നു, അവരോട് യാതൊരു സംസർഗവും പുലർത്തുന്നില്ല, അവരുടെ കാര്യം എനിക്കറിയുകയേ വേണ്ട എന്നുള്ള രീതിയിൽ ജീവിതം പുലർത്തുക. ഇങ്ങനെ പല വിധത്തിലാണ് മാനുഷികമായ ജഡീയമായ പ്രതികരണം നമ്മൾ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ദൈവ ഇഷ്ടത്തെക്കുറിച്ച് ഇവിടെ ആ പുസ്തകം നമ്മളെ ഓർപ്പിക്കുക. എന്താണ് ദൈവ ഇഷ്ടം? നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്തവരുടെ ഭോഷത്വം ഇല്ലാതെയാക്കണം. ഭോഷത്വം ഇല്ലാതെയാക്കുവാൻ എന്താണ് മരുന്ന്? ഇന്ന് പല മാനസികാരോഗ്യ കേന്ദ്രങ്ങളും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെയും വിജയം കണ്ടെത്താത്ത ഒരു മേഖലയാണ് മാനസിക വെല്ലുവിളികളെ നേരിടുന്ന പ്രശ്നങ്ങൾ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു തരുന്നത് അതിനൊരു മറുപടിയാണ്, പ്രതിവിധിയാണ്. ചെയ്യുന്നതൊക്കെയും മണ്ടത്തരം ചെയ്യും, പറയുന്നതൊക്കെയും മണ്ടത്തരമാണ് പറയുന്നത്. കാരണം അവർക്ക് ബുദ്ധിയില്ല. ബുദ്ധിയില്ലാത്ത ജനങ്ങളോട് നാം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഇവിടെ ദൈവാത്മാ പ്രേരിതനായി അപ്പോസ്തലൻ വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു തരുന്ന ഒരു ഉപദേശം, ബുദ്ധിയില്ലാത്ത മനുഷ്യരോട് അവരുടെ ഭോഷത്വം ഇല്ലാതെയാക്കുവാൻ എങ്ങനെ പ്രതികരിക്കണം? ദൈവം അവരെ സൃഷ്ടിച്ചത് ബുദ്ധിയില്ലാത്തവരായിട്ടാണ്. അതിനെ മാറ്റുവാൻ ആർക്കും സാധിക്കുകയില്ല. എന്തെല്ലാം ചികിത്സാ രംഗങ്ങളുടെ അഭിവൃദ്ധി ഉണ്ടായാലും
ഈ ഒരു രംഗത്ത് നമുക്ക് അതിനുള്ള ശരിയായ പ്രതിവിധി കണ്ടെത്തുവാനായിട്ട് ഇന്ന് വരെയും കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്തീയ വരങ്ങൾ ധാരാളമുണ്ട്, രോഗശാന്തികളും മറ്റും. ഈ ഒരു രംഗത്ത് ഈ രോഗശാന്തി വരുമൊന്നും ഫലകരമാകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഒരളവ് വരെ അവർക്ക് ജീവിക്കുവാൻ സാധിച്ചെന്ന് വരാം. എന്നാൽ അവരെ മുദ്രയടിക്കുന്നത് ബുദ്ധിയില്ലാത്ത ആളുകളുടെ ബുദ്ധിയില്ലാത്ത പെരുമാറ്റം. അതുകൊണ്ട് നമ്മൾ അവരെ സഹിക്കുക, അവരെ ക്ഷമിക്കുക. ആ രീതിയിലുള്ള പ്രതികരണമല്ലേ നാം പ്രകടിപ്പിക്കുന്നത്. അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ നന്മ ചെയ്യുക. ബുദ്ധിയില്ലാത്ത ആളുകൾ എന്തെല്ലാം ഭോഷത്വം ചെയ്താലും അതിനോട് പ്രതികരിക്കേണ്ടത് അവർക്ക് നന്മ ചെയ്തു കൊണ്ടാണ്. നിങ്ങളെ ശകാരിക്കുന്നവരെ പകരം ശകാരിക്കാതെ, നിങ്ങളെ ഉപദ്രവിക്കാവുന്നവരെ പകരം ഉപദ്രവിക്കാതെ അവരെ അനുഗ്രഹിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുക. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുക, ശപിക്കാതെ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കണം. നിങ്ങളെ പല വിധത്തിലും ഇല്ലാതെയാക്കുവാൻ പരിശ്രമിക്കുന്നവർ, അവരെ എങ്ങനെയാണ് അവരോടുള്ള പ്രതികാരം ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുക്കണം. അതാണ് നമ്മളെ തിരുവചനം പഠിപ്പിക്കുന്നത്. നാം തന്നെ പ്രതികാരം ചെയ്യുവാൻ പോയാൽ പൈശാചിക ശക്തി നമ്മിലും വളർന്നു വരിക മാത്രമേ ഉള്ളൂ. ദൈവിക ശക്തി നമ്മിൽ വളർന്നു വരണമെങ്കിൽ നമ്മോട് ദോഷം ചെയ്യുന്നവരോട് അവർക്ക് പകരം നന്മ ചെയ്തുകൊണ്ട് അവരോട് ഇടപെടുവാൻ, നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം അനുവദിക്കാതെ നമ്മളെ ഇല്ലാതെയാക്കുവാൻ ആർക്കും സാധ്യമല്ല. നമ്മുടെ കർത്താവിൻ്റെ മാതൃക നമുക്കത് കാണുവാൻ സാധിക്കും. ഗെത്സമനയിലെ യേശുവിനെ പിടിക്കുവാൻ വന്ന റോമൻ പടയാളികളോട് പത്രോസ് അപ്പോസ്തലൻ ഉടനെ തൻ്റെ വാളെടുത്ത് ഒരുവൻ്റെ കാതറുത്ത് കളഞ്ഞു. ആ അപ്പോസ്തലനാണ് ഇവിടെ നമ്മളെ ഉപദേശിക്കുന്നത്. ആ പ്രവർത്തനം മണ്ടത്തരമായി പോയി എന്ന് പത്രോസ് അപ്പോസ്തലൻ തന്നെ മനസ്സിലാക്കി. കാരണം കർത്താവ് തന്നെ അവിടെ ആ അതിവേദനയുടെ തീവ്രവേദനയുടെ മധ്യത്തിൽ കർത്താവ് തന്നെ ആ ദാസൻ്റെ അറുത്ത് കളഞ്ഞ കാത് സുഖപ്പെടുത്തി. പത്രോസിനെ നല്ലൊരു മാതൃക കാണിച്ചു കൊടുക്കുക. നിൻ്റെ വാളുകൊണ്ടൊന്നും ഈ ലോകത്തെ നന്നാക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഉപദ്രവിക്കുന്നവരെ നന്മ ചെയ്തുകൊണ്ട് മാത്രമേ ഈ ലോകത്തെ നന്നാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പത്രോസിനെ ആ ഗത്സമനയുടെ തീവ്രവേദനയിലും കർത്താവ് പഠിപ്പിച്ചില്ലേ? അതുതന്നെ ആവട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ മാതൃക. ഈ നൊയമ്പിൻ്റെ കാലത്ത് പ്രത്യേകിച്ച് നാം പീഡാനുഭവ വാരത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്ന ഈ നാളുകളിൽ നമ്മുടെ ജീവിത ശൈലി പുതുക്കുവാനായിട്ടുള്ള ഒരു മനസ്സൊരുക്കത്തെ തരയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിൻ്റെ ഒരുക്കമാണ് ഇവിടെ ആവശ്യം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയാകണം. ബുദ്ധിയുള്ള ആരാധനയായി
ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുവാൻ. ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പ്രത്യേകത അത് പൂർണ്ണമായതാണ്. നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന്. ദൈവത്തിൻ്റെ ഇഷ്ടം നന്മയുള്ളതാണ്, അത് പൂർണ്ണതയുള്ളതാണ്. മറ്റെങ്ങും പൂർണ്ണത കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ആ പൂർണ്ണതയുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. വാസ്തവത്തിൽ പത്രോസ് അപ്പോസ്തലൻ ഗെത്സമനയിൽ വെച്ച് പുരോഹിതൻ്റെ ദാസൻ്റെ കാത് അറുത്ത് കളഞ്ഞത് പത്രോസ് യേശുവിനെ രക്ഷിക്കാൻ പോകുന്നു എന്നുള്ള ആ വ്യാജ മിഥ്യാബോധത്തിൽ നിന്നാണ്. അത് വെറും മിഥ്യാബോധമാണെന്നുള്ളത് പത്രോസിന് കർത്താവ് തന്നെ കാണിച്ചു കൊടുത്തു. എൻ്റെ നിലനിൽപ്പിന് നിൻ്റെ സഹായം ആവശ്യമില്ല പത്രോസേ. ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയെ നിലനിർത്തുവാൻ മനുഷ്യൻ്റെ വൃഥാപ്രയത്നത്തിൻ്റെ ആവശ്യം ഇല്ല. പിന്നെയോ ദൈവ ഇഷ്ടം ചെയ്ത് നന്മയും ദൈവപ്രസാദവും പ്രാപിക്കുവാൻ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു പ്രത്യേകത നമ്മുടെ മനസ്സിനെ പുതുക്കുവാനുള്ള ആ ഒരുക്കമാണ്. ഇന്നലെ ചെയ്ത അബദ്ധം ഇന്നും അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, കോപിച്ചാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുവോളം വെച്ചുകൊണ്ടിരിക്കരുത്. തമ്മിലുള്ള ബന്ധത്തിൽ നമുക്ക് അകൽച്ച ഉണ്ടാകുന്നതായുള്ള കാര്യങ്ങൾ, സ്വഭാവത്തിൻ്റെ ഘടകങ്ങൾ, നാം അതിന് ആയുസ് നൽകരുത്. പിന്നെയോ സ്നേഹത്താൽ വ്യാപരിക്കുന്ന ദിവ്യ സമാധാനം നമ്മുടെ ഇടയിൽ വാഴുവാൻ തക്കവണ്ണം ഈ കോപത്തിൻ്റേതായ ശക്തികളെ നമ്മിൽ നിന്നും, നാശത്തിൻ്റേതായ ശക്തികളെ നമ്മിൽ നിന്നും പൂർണ്ണമായി ഇല്ലാതെയാക്കണം. അതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുമ്പോൾ ആ സ്നേഹം നമ്മുടെ ജീവിതത്തിലും പ്രതിഫലിക്കും. അത് പ്രതിഫലിക്കണമെങ്കിൽ നാം മനുഷ്യരാണ് എന്നുള്ള സത്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. നാം വെറും ബലഹീനരാണ്. ദൈവവചനം പറയുന്നത് നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. ദൈവം നമ്മെ ഓർക്കുമ്പോൾ നാം പൊടിയാണ്. ഒരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല, ഒരു ബലവുമില്ല. നിലനിൽപ്പിന് ആവശ്യമായ യാതൊരു അടിസ്ഥാനവും നമ്മിൽ ഇല്ല. ദൈവം തുണച്ചെങ്കിൽ മാത്രം, ദൈവം സഹായിച്ചെങ്കിൽ മാത്രം നമ്മുടെ ജീവിതം ഫലകരമാകുകയുള്ളൂ, നമ്മുടെ ജീവിതം ശക്തിയുള്ളതാകുകയുള്ളൂ. അതുകൊണ്ട് ദൈവഹിതത്തിന് കീഴ്പ്പെടുവാനുള്ള മനസ്സൊരുക്കം നമുക്ക് ആവശ്യമാണ്. ദൈവ ഇഷ്ടം എന്താണ് എന്നുള്ളത് ആരാഞ്ഞറിഞ്ഞ് അതിനെ പിന്തുടരുകയാണ് നമുക്ക് ചെയ്യുവാനുള്ള, നമുക്ക് അനുകരിക്കുവാനുള്ള ഏക മാർഗം. അതിന് തിരുവചന പഠനം, വിശുദ്ധന്മാരുടെ ജീവിതം, മറ്റുള്ളവരെ സമൂഹത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് മനസ്സിലാക്കി നമുക്ക് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളിൽ സമാധാനമുണ്ടാകുവാൻ, തമ്മിലുള്ള ബന്ധത്തിൽ സമാധാനമുണ്ടാകുവാൻ ഒക്കെയും ദൈവ ഇഷ്ടം ചെയ്യുവാൻ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഞാൻ എന്ന ഭാവം ഉയർന്നു നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും ദൈവ ഇഷ്ടം ചെയ്യുവാൻ സാധിക്കുകയില്ല. ഞാൻ മറ്റൊരാളിൽ കുറ്റം ആരോപിച്ചാൽ അവർ വന്ന് ക്ഷമ ചോദിച്ച് എന്നോട് നിരപ്പാകട്ടെ എന്ന് നാം കാത്തിരുന്നാൽ ഒരിക്കലും അത് നടപ്പാകുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ യാഗം കഴിക്കുവാൻ വരുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ യാഗവസ്തു അവിടെ വെച്ചേച്ച്
ആദ്യം പോയി നിൻ്റെ സഹോദരനോട് നിരന്നുകൊള്ളുക. ആദ്യം പോയി സഹോദരനോട് നിരക്കാത്ത യാഗം ദൈവത്തിന് വേണ്ട എന്നുള്ള സത്യമല്ലേ നമ്മളെ ഓർപ്പിക്കുന്നത്. നമ്മുടെ വിശുദ്ധ ആരാധനകളിൽ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നാം ഒരുങ്ങുമ്പോൾ, വിശുദ്ധമായുള്ള ഓരോ പ്രവൃത്തിയിലും നാം ഏർപ്പെടുമ്പോൾ ആദ്യം സഹോദരനോട് നിരപ്പാകുവാനുള്ള മനസ്സൊരുക്കത്തെ തിരയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസത്തിൽ നാം ആരോടൊക്കെ ഏതെല്ലാം വിധത്തിൽ അകന്നിരിക്കുന്നുവെന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ജീവിത പങ്കാളിയോട്, നമ്മുടെ മക്കളോട്, അയൽക്കാരോട്, നമ്മുടെ സഹപ്രവർത്തകരോട്, നമ്മുടെ സമൂഹത്തിലെ അധികാരികളോട്, ആരോടൊക്കെയോ നമുക്ക് അകൽച്ചയുണ്ടോ അവരോടൊക്കെയും സ്നേഹത്തിൽ ഇടപെടുവാൻ, നമ്മളാൽ ആവോളം എല്ലാവർക്കും നന്മ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് നമ്മെ സുബോധമുള്ളവരും ശക്തിയുള്ളവരും സൽപ്രവർത്തികൾക്ക് പ്രാപ്തരുമാക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ദിവസം അനുഗ്രഹപൂർണ്ണമാക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് യാചിക്കാം.